തളം തെറ്റി കാരുണ്യ പദ്ധതി സംസ്ഥാനം പണം നൽകാത്തത് പ്രതിസന്ധിക്ക് കാരണമാകുന്നു. കുടിശ്ശിക തീർക്കാൻ 568 കോടി വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. 100 കോടി മാത്രമാണ് നൽകിയത്. നിലവിൽ സംസ്ഥാനത്തിന്റെ കുടിശ്ശിക 1000 കോടി രൂപയ്ക്ക് മുകളിലാണ്. കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി തുറന്ന് സമ്മതിച്ചിരുന്നു. സംസ്ഥാനത്തെ സാധാരണക്കാരായ രോഗികൾ ഏറെ ആശ്രയിച്ചിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ നിലച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ തന്നെ 1000 കോടി രൂപയ്ക്ക് മുകളിലാണ് കാരുണ്യ പദ്ധതിയിലെ കുടിശ്ശിക. ഇതിൽ സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രം 700 കോടിക്ക് മുകളിൽ കുടിശ്ശികയുണ്ട്. ഇതിനാൽ സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയോട് മുഖം തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 568 കോടി ഉടൻ ആവശ്യപ്പെട്ട് പദ്ധതി ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയത്. എന്നാൽ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. ആകെ 100 കോടി മാത്രമാണ് അനുവദിച്ചത്. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാകുമെന്ന് ആരോഗ്യവകുപ്പിനും വ്യക്തതയില്ല. കേന്ദ്ര സർക്കാർ കൃത്യമായി കാരുണ്യ പദ്ധതിക്ക് പണം നൽകുന്നതായി ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനം വീഴ്ച വരുത്തുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.